വാൻഹായ് 503 കപ്പലിന് തീപിടിച്ച് 5 ദിവസം കഴിഞ്ഞിട്ടും കാണാതായ 4 ജീവനക്കാരെ കുറിച്ച് ഒരു സൂചന പോലുമില്ല. നാവിക തീരരക്ഷാ സേനകൾ ഇവരെ കണ്ടെത്താൻ കപ്പലുകളും സോണിയർ വിമാനങ്ങളും പ്രത്യേകമായി നിയോഗിച്ചിട്ടും ഫലമുണ്ടായിട്ടില്ല. കണ്ടെയ്നറുകൾ തീരത്തടിയാനുള്ള സാധ്യത ഏറെ വെല്ലുവിളി ഉയർത്തുകയാണ്. കപ്പൽ ജീവനക്കാരായ 2 തായ്വാൻ പൗരന്മാരെയും ഒരു ഇന്തോനേഷ്യൻ പൗരനെയും മ്യാൻമാർ സ്വദേശിയെയുമാണ് കപ്പൽ അപകടത്തെ തുടർന്ന് കാണാതായത്. അപകടം നടന്ന ഉടനെ ഇവരെ കണ്ടെത്താനായി നാവിക തീരരക്ഷാ സേനകൾ കപ്പലുകളും ഡോണിയൽ വിമാനങ്ങളും പ്രത്യേകമായി നിയോഗിച്ച് തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. തീപിടുത്തമുണ്ടായ കപ്പലിലെ ഡക്കിൽ ഇവർ പെട്ടുപോയിട്ടുണ്ടാകാമെന്ന സൂചനയാണ് പുറത്തുവരുന്നത്. കപ്പലിലെ തീ പൂർണ്ണമായും അണച്ചതിനു ശേഷം മറ്റപകടങ്ങളൊന്നുമില്ലെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമായിരിക്കും കപ്പലിനുള്ളിൽ പരിശോധന നടത്തുക. അതേസമയം കപ്പലിൽ ഇന്ധനച്ചോർച്ച വലിയ വെല്ലുവിളി ഉയർത്തുകയാണ്. ടാങ്ക് 22-ലെ സൗണ്ടിംഗ് പൈപ്പിലുണ്ടായ ഇന്ധനച്ചോർച്ച അടച്ചെങ്കിലും മറ്റിടങ്ങളിലും ഇന്ധനച്ചോർച്ചയുണ്ട്. കോഴിക്കോട് ബേപ്പൂർ തുറമുഖത്ത് നിന്ന് 42 നോട്ടിക്കൽ മൈൽ അകലെയാണ് അപകടം നടന്നത്. അതുകൊണ്ട് തന്നെ കപ്പലിലെ കണ്ടെയ്നറുകൾ തീരത്തെത്താൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ തീരദേശവാസികൾക്ക് ജില്ലാ കളക്ടർ ജാഗ്രതാ നിർദ്ദേശം നൽകി. കണ്ടെയ്നറുകളോ മറ്റ് അവശിഷ്ടങ്ങളോ കണ്ടാൽ 200 മീറ്റർ അകലേക്ക് മാറണമെന്നതാണ് നിർദ്ദേശം. കണ്ടെയ്നറുകൾ കടലിലേക്ക് വീഴുന്നതും കപ്പലിലെ ഇന്ധനച്ചോർച്ചയുമാണ് നിലവിലെ വെല്ലുവിളി. ജനം, കോഴിക്കോട്.